ഇതിനായിട്ട് കുറച്ച് ചെറുപയർ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പയർ വേകുന്ന നേരം കൊണ്ട് നമ്മൾ ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിരിക്കുവാണ്. നമ്മുടെ പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ട, ഇതേപോലെ ആകാള്ളൂ. ഒരുപാട് വെന്തങ്ങ് പോകരുത്, പോയി കഴിഞ്ഞാൽ കൊള്ളത്തില്ല കേട്ടോ. അപ്പം ഇതുപോലെ വേവിച്ചെടുക്കുക. ഞാൻ ഇതിലേക്ക് ഒരു ശകലം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഉള്ളൊഴിക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം, ഈ അടലത്തേങ്ങ. ഇനി നമുക്ക് ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കാം. ഏലക്കയും പഞ്ചസാരയും കൂടെ ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നതാണിത്. എന്നിട്ട് നമുക്ക് ഇതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയും ഏലക്കപ്പൊടിയും ശർക്കരപ്പാനിയും എല്ലാം കൂടെ ഒഴിച്ചിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറട്ടെ. ആറിക്കഴിഞ്ഞിട്ട് നമുക്കിത് ഉരുട്ടി ചെറിയ ഉരുളകളാക്കി എടുക്കാം. അപ്പം നമ്മളതെല്ലാം ഉരുളകളാക്കി, ഓരോ ഉരുളകളാക്കി വെച്ചിരിക്കുന്നു. ഇനി നമുക്കിതിനുള്ള മാവ് തയ്യാറാക്കാം. കുറച്ച് മൈദയും അരിപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഓരോ ഉരുളകളും ഇതിലേക്ക് മുക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. കൊതി വരുന്നില്ലേ? എളുപ്പം ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് എളുപ്പം സുഖിയനും ഞാൻ മാവിനകത്ത് മുക്കി ഇട്ടു. ഇനി നമുക്കിത് ഓരോന്നും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തു. ഒരു ശകലം സമയത്തിന് ശേഷം ഇതെല്ലാം നല്ല ഫ്രൈ ആയിട്ട് വരും. അപ്പൊ നമുക്ക് ചായയും കൂടെ ഇടാം. ഇനി നമുക്കിത് കോരി എടുക്കാം കേട്ടോ. നല്ല പാകമായിട്ടുണ്ട്. നമുക്കിത് കോരി എടുക്കാം. ചായയും റെഡിയായി കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് അധികം സമയമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചായ നമ്മുടെ സുഖിയനും റെഡി. അപ്പം ഞങ്ങൾ ചായയും, എനിക്ക് പാൽ ചായ വേണ്ട കേട്ടോ, എനിക്ക് കട്ടൻ ചായ മതി. ഞാനിപ്പോൾ എനിക്ക് കട്ടൻ ചായ ഇടും. അപ്പം നമ്മുടെ സുഖിയൻ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ലല്ലോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം അല്ലേ. സൂപ്പർ കേട്ടോ, ഒരു പാടില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.